നമസ്തേ. നമ്മളിങ്ങനെ പറഞ്ഞു പോരുന്ന ബോധപരിണാമത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഈ ദിവസങ്ങളിലൊക്കെ ആരാധന ഉണ്ടാക്കുന്ന ആന്തരിക വ്യതിയാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപാരമായ കരുണയിലേക്കൊരാൾ വഴിമാറുന്നത് എങ്ങനെയാവും? കുരിശിൽ കിടക്കുമ്പോൾ പോലും ക്രിസ്തു ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, അതൊക്കെ ക്രിസ്തുവിനെ കൊണ്ടല്ലേ പറ്റുക? അങ്ങനെയല്ലെന്ന് ആദിമകാല സഭാചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്റ്റീഫൻ്റെ കാര്യം. സ്തേഫാനോസ് ഒരു ചെറിയ ശമാശനാണ്. ചുറ്റും നിന്ന് ആളുകൾ കല്ലെറിയുന്നു. സത്യം പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ തിരിച്ചയാളൊരു പ്രാർത്ഥനയാണ് എറിഞ്ഞു കൊടുക്കുന്നത്. കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ശരിക്കും സ്തേഫാനോസ് അയാളെ കല്ലെറിഞ്ഞ ആൾക്കാരെ നോക്കിയില്ല. അയാളുടെ നേരെ വന്ന കല്ലുകളും നോക്കിയില്ല. ആ കല്ലുകൾ കൊണ്ടുണ്ടായ മുറിവുകൾ നോക്കിയില്ല. അതുണ്ടാക്കിയ നീറ്റലിനെ കുറിച്ച് പരിഭവം പറഞ്ഞില്ല. പിന്നെയോ ആ ചെറുപ്പക്കാരൻ നേരെ മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കലാണല്ലോ ആരാധന. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നതും അയാൾ കണ്ടു എന്നുമാണ് നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ മുകളിലേക്കുള്ള നോട്ടങ്ങൾ കുറയുമ്പോൾ നമുക്ക് ദൈവികമായി ഇതിനെ ഒന്ന് സമീപിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ മാനുഷികമായോ ചിലപ്പോൾ പൈശാചികമായിട്ടോ ആയിരിക്കും നാം ഇതിനെയൊക്കെ എതിർക്കുക. അവിടെയാണ് ആരാധനാ ജീവിതത്തിൻ്റെ ഒരു സാങ്കത്യം വീണ്ടും നമ്മുടെ ആഴപ്പെടലിനെ സഹായിക്കും എന്ന് പറയുന്നത്. ആദരവോടെ.